ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പംകിൻ റോട്ടിയാണ്. അതിന് അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് പംകിൻ, റൈസ് ഫ്ലവർ, സോൾട്ട്, വാട്ടർ ആൻഡ് കുറച്ച് ഗീ. ഇവിടെ ഞാൻ പംകിൻ കട്ട് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. അതൊന്ന് ബോയിലായി കഴിഞ്ഞ് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മാഷ് ചെയ്തിട്ട് നമ്മളുടെ ഫ്ലവറിൽ ചേർക്കാം. ഇപ്പോൾ ഇതിന് ഫർദർ ആഡ് ചെയ്യുന്നത് ഞാൻ 5 ടീസ്പൂൺ റൈസ് ഫ്ലവർ, സോൾട്ട്, പിന്നെ ഗീ, പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ റോട്ടി റെസിപ്പി ഞാൻ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു പറ്റില്ല, എൻ്റെ കുട്ടിക്ക് ഞാൻ റോട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. ഇതിൽ നിങ്ങൾക്ക് റൈസ് ഫ്ലവർ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സിലുള്ള റെഗുലർ ആട്ട ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഡോ നീഡ് ചെയ്തതിന് ശേഷം ഞാനിതിന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയത്. അത് പരത്തിയതിന് ശേഷം ഞാൻ ചൂട് തവയിൽ അല്പം നെയ്യിട്ടിട്ട് പ്രിപ്പയർ ചെയ്തു. ഇങ്ങനെ തവയിലിട്ട് പരത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈ പൊള്ളാണ്ട് നിങ്ങൾ നോക്കണം. ഈ റെസിപ്പി സർപ്രൈസിംഗ്ലി എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് പൊതുവേ കോക്കനട്ട് ഫ്ലേവറിലുള്ള എന്തും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ദിവസം കൂടി ട്രൈ ചെയ്യാനാണ് എൻ്റെ തീരുമാനം. നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയണം കമൻസിൽ. താങ്ക് യു.